കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതായത് സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഒരു നിർണായകമായിട്ടുള്ള ചർച്ചയുടെ വീഡിയോ ആണ്. അതിനകത്ത് നമുക്കറിയാവുന്ന പോലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവരുടെ മിലിറ്ററി ചീഫായിട്ടുള്ള അസിം മുനീറും ഖത്തർ പ്രധാനമന്ത്രിയും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഖത്തർ പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും മിലിറ്ററി ചീഫും അവിടേക്ക് വരുന്നു. ഇരുവരും ആരെയോ കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും ഖത്തർ പ്രധാനമന്ത്രി വരുന്നു. അവരെല്ലാവരും ചേർന്ന് ഒരാളെ കാത്തു നിൽക്കുന്നു. വരുന്നത് JD വാൻസ് ആണ്. അതായത് നമുക്ക് അതിൻ്റെ ഒരു ഹയറാർക്കി വളരെ വ്യക്തമാണ്. ഒരു ബോസിനെ കാത്തു നിൽക്കുന്ന രണ്ടു പേരെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പെട്ടെന്ന് JD വാൻസും ടീമും വരുന്നു, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. JD വാൻസ് തോളിൽ 2 തട്ടൊക്കെ കൊടുക്കുന്നു. അസിം മുനീറിനും അതുപോലെ 2 തട്ട് കൊടുക്കുന്നു. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ JD വാൻസിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് രണ്ടുപേരും. അതിനുശേഷം ഷഹബാസ് ഷെരീഫിനോട് സംസാരിക്കാൻ JD പറയുന്നു. അപ്പോൾ ഈ സമാധാന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ ഷഹബാസ് ഷെരീഫ് സംസാരിക്കുന്നു. അതിനകത്ത് അസിം മുനീറിന്റെ കോൺട്രിബ്യൂഷനെ അദ്ദേഹം പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ JD വാൻസിനെയും ട്രംപിനെയും വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നു. അങ്ങനെ ഖത്തറിന്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു. പരമാവധി എല്ലാവരെയും ഒക്കെ പുകഴ്ത്തി വളരെ സ്മാർട്ടായിട്ട് നന്നായിട്ട് തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി സംസാരിച്ചു കേട്ടോ. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ, സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത JD വാൻസ് സംസാരിക്കുകയാണ്. അപ്പോൾ JD വാൻസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അതിലെ വാചകം, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 വ്യക്തികളിൽ ഒന്ന് ഇന്ത്യയിലും മറ്റൊന്ന് പാകിസ്ഥാനിലുമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികൾ, അതിലൊരാൾ ഇന്ത്യയിൽ നിന്നുള്ള ആളും രണ്ടാമത്തെ ആൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുമാണ്. ഒരാൾ എൻ്റെ ഭാര്യയാണ്, രണ്ടാമത്തെ ആള് പാകിസ്ഥാന്റെ ആർമി ചീഫായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീറാണ്. കഴിഞ്ഞ 3 മാസമായി താൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് അസിം മുനീറിനോടാണ് എന്നുകൂടി അവിടെ JD വാൻസ് പറയുന്നുണ്ട്. അതായത് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പം നമ്മുടെ ഷഹബാസ് ഷെരീഫിന്റെ മുഖത്തിന് എന്നിങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു. അതായത് ഭാര്യയും ഈ നമ്മുടെ അസിം മുനീറും ഒരുപോലെയാണ് എന്ന തരത്തിലാണ് അവിടെ നമ്മുടെ JD വാൻസ് സംസാരിച്ചത്. ഞാൻ ഇതിനപ്പുറം കൂടുതൽ വ്യക്തമായിട്ട് വല്ലതും പറയണോ? നാണക്കേടാണ്, അത്രേ പറയാനുള്ളൂ. പാകിസ്ഥാൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യമൊക്കെയാണ്. പക്ഷെ ഇതിപ്പോ തല കുനിയാം, കുനിഞ്ഞ് കാൽപാദം വരെയും കുനിഞ്ഞു. അത് കഴിഞ്ഞ് മണ്ണ് മാന്തി കുഴിക്കകത്തിറങ്ങി കിടക്കുകയാണ് അസിം മുനീറും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും. അത്രയ്ക്കും ഗതികെട്ട അവസ്ഥയാണ്. അമേരിക്ക വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്, വളരെ ശക്തിയാണ്, വലിയ എക്കണോമിക് പവറൊക്കെയാണ്, സമ്മതിക്കാം. അമേരിക്കയുടെ മുമ്പിൽ ചിലപ്പോൾ ഈക്വലായിട്ട് പാകിസ്ഥാനെയും അല്ലെങ്കിൽ അവരുടെ നേതാക്കളെയും ഒന്നും അമേരിക്ക കാണണമെന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബേസിക് റെസ്പെക്റ്റ് ഒക്കെ വേണം ജീവിതത്തിൽ. അമേരിക്കയുടെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് അവരുടെ കൂലി പണിക്കാരെ പോലെ നിൽക്കേണ്ട ഒരു ഗതികേട് പാകിസ്ഥാന് വന്നു എന്നുള്ളത് ശത്രുവാണെങ്കിൽ കൂടി കഷ്ടമെന്നേ പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് മീഡിയേറ്റർ പണിക്ക് ഇന്ത്യ പോവാത്തത്? ഇന്ത്യക്ക് അമേരിക്കയുടെ കൂലിക്കാരായി പോയി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ ഖത്തറൊക്കെ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ വെറും സാമന്തരാണെന്നേ പലരും വിചാരിക്കുന്ന. ഖത്തറൊക്കെ അങ്ങനെയൊന്നും അല്ല. ട്രംപും അമേരിക്കയൊക്കെ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല ഖത്തറിനൊന്നും. അമേരിക്ക ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അത്രയ്ക്കും ഭൃത്യന്മാരെ പോലെയാണ് ഇവരൊക്കെ. പാകിസ്ഥാനും അസിം മുനീറും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്ലാമിന്റെ സംരക്ഷകരായിട്ടാണല്ലോ സ്വയം അവരൊക്കെ അവകാശപ്പെടുന്നത്. അതായത് കാശ്മീരിലെ മുസ്ലിങ്ങളെ കുറിച്ച് വലിയ ചിന്തയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തയാണ്. പക്ഷേ ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കൊലപ്പെടുത്തിയ ഇറാനിലെ മുസ്ലിങ്ങളെ കുറിച്ച് അവർക്ക് ചിന്തയില്ല, പലസ്തീനിലെ മുസ്ലിങ്ങളെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. ആണവശക്തിയായ പാകിസ്ഥാൻ അവരുടെ അയൽ രാജ്യം കൂടിയായിട്ടുള്ള ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മാളത്തിൽ ഒളിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇറാനെ ആക്രമിച്ച രാജ്യത്തിന്റെ കൂടെ നിന്നിട്ട് സമാധാന ശ്രമത്തിന്റെ നാടകം കളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പാകിസ്ഥാനാണ് ഇസ്ലാമിന്റെ രക്ഷകരെന്നാണ് അവർ പറയുന്നത്, ആണവശക്തിയൊക്കെയാണ് നമ്മൾ. പക്ഷേ എത്രയോ മനുഷ്യർ, ഒരു സ്കൂളിലെ 150 കുട്ടികളടക്കം ഒക്കെ മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. എത്രയോ മനുഷ്യർ നിഷ്കരുണം ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എത്രയോ മനുഷ്യർ പലസ്തീനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇസ്ലാമിക സ്നേഹം എവിടെ പോയി? കാശ്മീരിലെ ആളുകളെ കുറിച്ച് വലിയ പ്രശ്നമാണ്. അവർ സമാധാനത്തോടെ അവിടെ കഴിയുക. അതുപോലെ ഇന്ത്യൻ മുസ്ലിം, ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മനുഷ്യരാണ്. ഈ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്. ഇന്നും ഈ രാജ്യത്തെ നയിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇസ്ലാമിക സമൂഹത്തിനും പാഴ്സി സമൂഹത്തിനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് വലിയ ചിന്തയാണ് പാകിസ്ഥാനിന്. പക്ഷേ അവരുടെ തൊട്ടടുത്ത രാജ്യത്ത് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇറാനിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് യാതൊരു സങ്കടവും ഇല്ല. അതുപോലെ തന്നെ പലസ്തീനിൽ കൊല്ലപ്പെടുമ്പോൾ ഒരു സങ്കടവും ഇല്ല.
അവിടെ ഇതിന്റെ എല്ലാം പുറകിൽ നിൽക്കുന്ന ശക്തികളെ കൂടിയാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളാണ് സമാധാനം ഉണ്ടാക്കുന്നതെന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുന്നവരാണ് പാകിസ്ഥാൻ. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് JD വാൻസിന് 2 ഭാര്യമാരുണ്ട്. ഒന്ന് ഇന്ത്യക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ, രണ്ടാമത്തെ ആളാണ് അസീം മുനീർ എന്നാണ് സോഷ്യൽ മീഡിയ കളിയാക്കുന്നത്. അത്ര നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോ പാകിസ്ഥാൻ വന്നു നിൽക്കുന്നത്. അതായത് ഇസ്ലാമിനോടും സ്നേഹമില്ല, ഇസ്ലാമിക സമൂഹത്തോടും സ്നേഹമില്ല, നട്ടല്ലുമില്ല, ധൈര്യവുമില്ല, എന്നാൽ വാചകത്തിന് കുറവുമില്ല. അതേ സമയത്ത് $3 കണ്ടു കഴിഞ്ഞാൽ അമേരിക്കയുടെ മുമ്പിൽ തല കുമ്പിട്ട് മണ്ണ് കുഴിച്ച് അതിന്റെ അകത്തിറങ്ങി നിൽക്കാനും മടിയുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.